കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 14-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാനാൽ സന്തോഷവും അത്രേ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ കുറേ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത്രയും തീർക്കണം എന്ന് വിചാരിച്ചിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ലോകത്തിൽ സകലതും ഉണ്ടാക്കിയിട്ട് മനുഷ്യന് ആവശ്യമുള്ള ആഹാരം അതിൽ നിന്ന് എടുത്ത് കഴിക്കാം. പക്ഷേ എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കുന്നില്ല. അപ്പോൾ ചിലവർ കഴിക്കുന്നു, ചിലത് കഴിക്കുന്നില്ല. അപ്പോൾ കഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനമായതും നാം ജീവിക്കാനുള്ളതും മാത്രമാണ് നാം ആഹാരമായിട്ട് കഴിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരം അടുത്തവർക്ക് ഒരു ഇടർച്ചൽ വരുത്തിയാൽ അത് കഴിക്കരുത് എന്ന് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ സഹോദരന് ഇടർച്ച വരുത്തിയാണെങ്കിൽ നാം അവർക്ക് നന്മയല്ല തിന്മ അത്രേ ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവപൈതലേ, അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തവർക്ക് ഇടർച്ച വരുന്ന ആഹാരം നാം ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഏത് പ്രായമൊന്നുമില്ലാതെ ഒത്തിരി അറിവ് വന്നവരെല്ലാവരും, യൗവനക്കാരായാലും വയസ്സ് എന്നവരായാലും മദ്യപാനവും ലഹരി വസ്തുക്കളും വാങ്ങി തൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അത് ശരീരത്തിന് ഹാനികരവും വിശ്വാസ ജീവിതത്തിന് വലിയൊരു തടസ്സമാണ് എന്ന് അറിഞ്ഞിട്ടും അതിനെ തൻ്റെ മനസ്സിൻ്റെ കാഠിന്യ നിമിത്തം അത് താനും ഉപയോഗിച്ച് ഇടർച്ച വരുത്തുവാൻ കണക്കായതിന് തൻ്റെ സഹോദരന് അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതനും വിളമ്പുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ വചന അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പറ്റത്തില്ല. കർത്താവ് നിർബന്ധമായിട്ടും അവർ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുകയില്ല. ആയതുകൊണ്ട് ഇങ്ങനെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് മാറ്റിവിട്ട് ഉചിതമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അത് ഉചിതമായ രീതിയിൽ കഴിക്കുന്നതും തൻ്റെ സഹോദരന് അത് ഒരു ഹാനി വരുത്താത്തതുമായിരിക്കുവാൻ നാം വളരെയധികം ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഇന്ന് ലഹരിക്ക് അടിമയായിട്ട് മദ്യപാനങ്ങൾക്ക് അടിമയായിട്ട് പല കുടുംബങ്ങളും ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഓരോ കുടുംബങ്ങളെ നശിപ്പിക്കാനായിട്ട് ദൈവമേ തൻ്റെ സുഹൃത്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ താൻ വാങ്ങി അടുത്തവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവർ ആരെങ്കിലും ഈ മെസ്സേജ് കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് തന്നെ മാനസാന്തരപ്പെടുവാനും തങ്ങൾ എത്രത്തോളം മദ്യത്തെയും മയക്കുമരുന്നുകളെയും സ്നേഹിക്കുന്നു അത്രത്തോളം വെറുക്കുവാനുള്ള കൃപയും എൻ്റെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനമാണ് ദൈവരാജ്യമെന്ന് എല്ലാവരും മനസ്സിലാക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.